ഗാർലിക് അഥവാ വെളുത്തുള്ളിയെക്കുറിച്ചാണ് പറയുന്നത്. ഇതിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. ഒരു ബെസ്റ്റ് ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. ഏറ്റവും കൂടുതൽ ഈ ഗാർലിക് നമുക്ക് പ്രയോജനം ചെയ്യുന്നത് ഹാർട്ട് റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ബ്ലഡ് വെസൽസ് റിലേറ്റഡ് ആയിട്ടോ ഒക്കെ തന്നെയാണ്. ഒരു ഇമ്മ്യൂൺ ബൂസ്റ്റർ അല്ലെങ്കിൽ ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ തന്നെ ഒരു ബെസ്റ്റ് ഫുഡായിട്ട് പറഞ്ഞെങ്കിലും പലരും ഗാർലിക് കഴിക്കുന്നത് ശരിയായ രീതിയിൽ അല്ലാത്തത് കൊണ്ട് തന്നെ അതിൻ്റെ മുഴുവൻ ബെനിഫിറ്റ്സ് പലർക്കും കിട്ടുന്നുണ്ടാവില്ല. തീരെ കഴിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടോ? ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്ക് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഗാർലിക് കഴിക്കുന്നതാണ് നല്ലത്. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ അഭിരാം. ഒരു സൂപ്പർ ഫുഡായ ഗാർലിക് അഥവാ വെളുത്തുള്ളിയെക്കുറിച്ചാണ് പറയുന്നത്. ഇതിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. ഒരു ബെസ്റ്റ് ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. ഏറ്റവും കൂടുതൽ ഈ ഗാർലിക് നമുക്ക് പ്രയോജനം ചെയ്യുന്നത് ഹാർട്ട് റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ബ്ലഡ് വെസൽസ് റിലേറ്റഡ് ആയിട്ടോ ഒക്കെ തന്നെയാണ്. അതുകൂടാതെ ഇത് ബ്രെയിൻ ഫങ്ഷന് നല്ലതാണ്. അതുപോലെ തന്നെ ബാക്ടീരിയകളെ നശിപ്പിക്കുന്നതിന് നല്ലതാണ്. അപ്പോൾ ഞാനൊരു 5 മേജറായിട്ടുള്ള ഹെൽത്ത് ബെനിഫിറ്റ്സ് ഓഫ് ഗാർലിക് പറയാം. ഫസ്റ്റ് ഹാർട്ട് റിലേറ്റഡ് ആയിട്ട് തന്നെ പറയാം. അതെറോസ്ക്ലീറോസിസ് അല്ലെങ്കിൽ നമ്മുടെ രക്തക്കുഴലുകളിൽ പ്ലാക്ക് പോലെ കൊഴുപ്പടിയുന്ന ഒരവസ്ഥയെ നീക്കം ചെയ്യുന്നതിന് ഗാർലിക് വളരെ ബെനിഫിഷ്യലാണ് എന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഇതിന് പണ്ട് കാലത്ത് ഈ ഒരു ഗാർലിക് പലരും ഉപയോഗിച്ചിരുന്ന ആ ഒരു കാര്യം കൂടി നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. പലരും വളരെ പണ്ട് ഈ ഗാർലിക് ഉപയോഗിച്ചിരുന്നത് പ്ലാക്ക് റിമൂവലിന് വേണ്ടിയും അതുപോലെ തന്നെ ഈജിപ്ഷ്യൻസ് ഈവൻ മമ്മിഫിക്കേഷൻ്റെ പ്രോസസ്സിന് വേണ്ടി, അതായത് കേടുവരാതിരിക്കാനൊക്കെ തന്നെ ഗാർലിക്സ് ഉപയോഗിച്ചിരുന്നതായിട്ട് കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അതെറോസ്ക്ലീറോസിസ് അതുപോലെ ഹൈപ്പർ ലിപ്പിഡീമിയ, അമിതമായ കൊളസ്ട്രോൾ ലെവൽസിനെ നിയന്ത്രിക്കുന്നതിന് ഗാർലിക് വളരെ നല്ലതാണ്. ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഈ ഗാർലിക് എക്സ്ട്രാക്ട്സ് കൊടുത്ത് നടത്തിയ പഠനങ്ങളിൽ നല്ലൊരു ശതമാനം ആൾക്കാർക്കും സിസ്റ്റോളിക് ആൻഡ് ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷറിനെ നല്ലതുപോലെ ഗാർലിക് എക്സ്ട്രാക്ട്സ് കുറയ്ക്കുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഈസ് ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഗാർലിക് സപ്ലിമെൻറ്റ്സ് നല്ലതുപോലെ സഹായിക്കുന്നു എന്നാണ് പറയുന്നത്. അതിനെ സഹായിക്കുന്നത് ഡയലൈൽ സൾഫൈഡ് എന്ന ഒരു കോമ്പൗണ്ടാണ്. ഗാർലിക്കിന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ, ഒരു പ്രത്യേകതരം ഒരു മണമുണ്ട്. അത് സൾഫർ കണ്ടൻറ്റ് ഗാർലിക്കിൽ കൂടുതലുള്ളത് കൊണ്ടാണ് ആ ഒരു പ്രത്യേകതരം മണം വരുന്നത്. അപ്പോൾ ആ ഡയലൈൽ സൾഫൈഡാണ് ഈ ഒരു ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ റിലീവ് ചെയ്യുന്നതിന്. അതുപോലെ അലിസിൻ എന്ന വേറൊരു കോമ്പൗണ്ട് ഉണ്ട്. ഇത് രണ്ടുമാണ് ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ നല്ലതുപോലെ കൺട്രോൾ ചെയ്യുന്നതിന് സഹായിക്കുന്നത്. രണ്ടാമതായിട്ട് ബ്രെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ. ഇതിലെടുത്തു പറയേണ്ടത് ഡീജനറേറ്റീവ് ബ്രെയിൻ അസുഖങ്ങൾ, പ്രത്യേകിച്ച് ഡിമെൻഷ്യ, ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള ഓർമ്മക്കുറവ്, അതുപോലെ തന്നെ പാർക്കിൻസണിസമോ അൾസീമേഴ്സ് ഡിസീസസോ, അങ്ങനെ നമ്മുടെ ന്യൂറോൺസ് അല്ലെങ്കിൽ നാഡീകോശങ്ങളെ നശിപ്പിക്കാൻ സാധ്യതയുള്ള അസുഖങ്ങളെയൊക്കെ നല്ലതുപോലെ ചെറുക്കുന്നതിന് ഗാർലിക്കിന് കഴിയുമെന്നാണ് പറയുന്നത്. ബ്രെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾക്ക് ഗാർലിക് ബെസ്റ്റാണ്. 3, ഗട്ട് റിലേറ്റഡ് ആയിട്ട്, അത്